ഹലോ പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ പുതിയ വീഡിയോയിലോട്ടേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് തഞ്ചാവൂരിലെ ഏറ്റവും ഫേമസ് ആയ ബൃഹദേശ്വര ടെമ്പിളിലേക്കാണ്. അപ്പൊ ഞാനിപ്പോ നിൽക്കുന്നത് തഞ്ചാവൂരിലെ ഏറ്റവും ഫേമസ് ആയ പെരിയ കോയിൽ എന്നറിയപ്പെടുന്ന ബിഗ് ടെമ്പിളിലാണ്. കണ്ടില്ലേ, 1000-ലേറെ വർഷം പഴക്കമുള്ള ഈ ഒരു ക്ഷേത്രത്തിന്റെ നിഴല് നിലത്ത് പതിയാറില്ല എന്നതാണ് എല്ലാവരും ഇപ്പോഴും അതിശയിപ്പിക്കുന്ന ഒരു കാര്യം. അത് മാത്രമല്ല, ரொம்ப பவர்ஃபுல்லான காடு. இந்த கோயிலோட நந்தி பார்த்தீங்கன்னா ஒன் ஆஃப் த பிக்கெஸ்ட் நந்தி. எப்படி சிவராத்திரி ഫേമസ് അതേ மாதிரி இந்த ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ശിവൻ ടെമ്പിൾ ആണ്. കേട്ടില്ലേ, വളരെയേറെ രഹസ്യങ്ങളും അത്ഭുതങ്ങളും അടങ്ങിയിരിക്കുന്ന ഈ ഒരു ക്ഷേത്രത്തിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസും ഞാൻ നിങ്ങൾക്ക് നൽകുന്നതായിരിക്കും. ഈ വീഡിയോ കണ്ടിന്യൂസ് ആയിട്ട് വാച്ച് ചെയ്യുക. അങ്ങനെ രാവിലെ ഏകദേശം ഒരു 10 മണിയാകുമ്പോഴാണ് ഞങ്ങൾ ടെമ്പിളിൻ്റെ അടുത്ത് എത്തിയത്. കണ്ടില്ലേ, ദൂരേന്ന് തന്നെ നമുക്ക് ടെമ്പിൾ കാണാൻ പറ്റുന്നുണ്ട്. തഞ്ചാവൂർ മെയിൻ സിറ്റിയിലാണ് ഈ ഒരു ക്ഷേത്രം നമുക്ക് കാണാൻ പറ്റുന്നത്. എളുപ്പത്തിൽ തന്നെ പോകാവുന്നതാണ്. ദേ കണ്ടില്ലേ, അങ്ങനെ നമ്മളിപ്പം ടെമ്പിളിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഇനിയിപ്പം ഒട്ടും വൈകിക്കാതെ നമുക്ക് വണ്ടി പാർക്ക് ചെയ്തിട്ട് ടെമ്പിളിനകത്തേക്ക് പോകാം. ടെമ്പിളിന്റെ ഓപ്പോസിറ്റിൽ തന്നെ വെഹിക്കിൾ പാർക്കിങ്ങിനുള്ള ഒരു സൗകര്യം കൂടി ഉണ്ട്. കണ്ടില്ലേ, എത്രയേറെ വെഹിക്കിൾസ് ആണ് ആൾറെഡി വന്നിരിക്കുന്നതെന്ന്. ഇന്ന് വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ നല്ല ഒരു ആൾക്കൂട്ടം പ്രതീക്ഷിക്കാവുന്നതാണ്. അതുമാത്രമല്ല, ഒരു വലിയ ഫേമസ് ഹിസ്റ്റോറിക്കൽ ടെമ്പിളും കൂടി ആയതുകൊണ്ട് വളരെയേറെ ആളുകൾ വന്നുകൊണ്ട് തന്നെ ഇരിക്കും. അത്രമാത്രം ഒരു ഫേമസ് ആയ ടൂറിസ്റ്റ് സ്പോട്ടും കൂടിയാണ് ഈ കാണുന്ന ബൃഹദേശ്വര ടെമ്പിൾ. എന്തായാലും നമുക്ക് പെട്ടെന്ന് അകത്തേക്ക് ചെന്ന് കാണാം. ഈ കാണുന്നതാണ് എൻട്രൻസിലുള്ള രണ്ടാമത്തെ ഗോപുരം. ആദ്യം തന്നെ നമ്മൾ ഈ കാണുന്ന ഒരു ഗോപുരം കൂടി എൻട്രൻസിൽ കണ്ടായിരുന്നു. അതിനുശേഷമുള്ളതാണ് രണ്ടാമത്തെ ഗോപുരം. ഈ കാണുന്ന അവിടെ നമുക്ക് ഈ ക്ഷേത്രത്തിന്റെ ഒരു കംപ്ലീറ്റ് ഹിസ്റ്ററിയും പിന്നെ ഡീറ്റെയിൽസും ആണ് കാണാൻ പറ്റുന്നത്. വായിക്കുന്നവരുടെ സൗകര്യത്തിനായിട്ട് ഇംഗ്ലീഷ്, ഹിന്ദി പിന്നെ തമിഴിലും അവർ നൽകിയിട്ടുണ്ട്. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഈ ക്ഷേത്രത്തിന്റെ ഒരു കംപ്ലീറ്റ് ആയ സ്കെച്ചും കൂടിയാണ് നമുക്ക് കാണാവുന്നത്. ഡീറ്റെയിൽഡ് ആയിട്ട് എന്തൊക്കെയാണ് എവിടെയൊക്കെയാണുള്ളതെന്ന് കംപ്ലീറ്റ് ഡീറ്റെയിൽസും ആണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. ഏകദേശം 10 വർഷങ്ങളോളം ഈ തഞ്ചാവൂരിൽ തന്നെ താമസിക്കുന്ന ഇവിടുത്തെ സ്വന്തം നാട്ടുകാരനോട് തന്നെ ഈ ക്ഷേത്രത്തിന്റെ വിശേഷങ്ങൾ നമുക്ക് ചോദിച്ചറിയാം. தஞ்சாவூர்ல கிட்டத்தட்ட ஒரு 10 வருஷமா இருக்கும். இந்த சிவன் வந்து ரொம்ப பவர்ஃபுல்லான காடு. அதனால தான் வந்து நிறைய பேர் வந்து இது டூரிஸ்ட் ஸ்பாட் மாதிரி எடுத்துக்கலாம். நிறைய பேர் வர்ஷிப்பர்ஸும் நிறைய பேர் வருவாங்க. அதே மாதிரி இங்கே இந்த கோயிலோட நந்தி பார்த்தீங்கன்னா ஒன் ஆஃப் த பிக்கெஸ்ட் நந்தி. ஸோ நந்திக்கான எப்படி சிவராத்திரி ஃபேமஸோ அதே மாதிரி இந்த கோயிலோட பிரதோஷ டைம் ரொம்ப ஃபேமஸ். ഈ പറഞ്ഞ പ്രദോഷ ടൈം ശിവന് ഏറ്റവും വിശേഷമായ ദിവസങ്ങളിൽ ഒന്നാണ്. അന്നത്തെ ദിവസം ചെറുതും വലുതുമായ എല്ലാ ശിവക്ഷേത്രങ്ങളിലും പ്രത്യേക പൂജകൾ നടക്കുന്നതായിരിക്കും. അതായത് സൂര്യാസ്തമത്തിന് 1.5 മണിക്കൂർ മുൻപും പിന്നെ സൂര്യാസ്തമത്തിന് 1.5 മണിക്കൂർ ശേഷവുമാണ് ഈ പ്രത്യേക പൂജകൾ നടക്കുന്നത്. ഈ ഒരു സമയം പ്രാർത്ഥനയ്ക്കും കൂടി ഏറ്റവും നല്ല ഒരു സമയമാണെന്ന് അറിയാൻ സാധിച്ചത്. അതുകൊണ്ട് തന്നെ ഈ സമയത്ത് ഒത്തിരി ഭക്തന്മാർ പ്രദോഷവ്രതം എന്ന വ്രതം കൂടി എടുത്തിട്ടാണ് പ്രാർത്ഥിക്കാറ്. എൻട്രൻസിലെ 2 ഗോപുരങ്ങളും കഴിഞ്ഞതിന് ശേഷം ഈ കാണുന്ന റൈറ്റ് സൈഡിൽ വരുവാണെങ്കിൽ സ്ലിപ്പേഴ്സ് ഒക്കെ അയച്ചു വെക്കുന്ന സ്ഥലമാണ്. പോകുന്ന വഴിയിൽ ഇതുപോലത്തെ ചെറിയ ചെറിയ ഷോപ്സ് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇനി ഒട്ടും വൈകിക്കാതെ നമുക്ക് ക്ഷേത്രത്തിനകത്തേക്ക് കയറി ചെല്ലാം. ഈ ടെമ്പിളിലെ ഏറ്റവും വലിയ പ്രത്യേകത என்ன? வணக்கம் சார். வணக்கம் சொல்லு. பிக் டெம்பிளோட ரொம்ப ஃபேமஸான ஒரு ஸ்பெஷாலிட்டி வந்து சொல்லுவோம் இப்போ சொல்லு. இதை பார்த்தீங்கன்னா ராஜராஜ சோழர் வந்து கட்டினார். சோழ பேரரசர் பற்றி உங்களுக்கு எல்லாத்துக்கும் தெரியும். ஒரு லார்ஜ் டைனசிட்டி ஆஃப் இந்தியா. ஆனால் பார்த்தா அந்த ஹிஸ்ட்ரியெலாம் கொஞ்சம் இதாகிடுச்சு. அதுக்கான ஒரே ஒரு இப்போ இருக்க ஒரு அடையாளம் வந்து பார்த்தீங்கன்னா நம்ம தஞ்சாவூர் பெரிய. அதில் மேலே இருக்கிற கல்லுக்கு ஏதோ ஒரு ஸ்பெஷாலிட்டி இருக்குல்ல? கல் வந்து பார்த்தீங்கன்னா அந்த எத்தனை டன் சைஸ் அந்த கல்? அது வந்து பார்த்தீங்கன்னா 100 டன்னுக்கு மேலே. ஹைட்டு பார்த்தீங்கன்னா 206 அடி 206 அடி. அந்த ஹைட்டுக்கு வந்து பார்த்தீங்கன்னா இப்போ இது வந்து கட்டி ஒரு 1000 வருஷத்துக்கு மேலே ஆயிடுச்சு.
அப்போ வந்து அந்த உள்ள டெக்னாலஜியில் எப்படி அந்த கோயிலை வந்து மேலே வச்சாங்கிறதே இந்த அன்ஃபோல்டு ஃபோல்டு பார்த்தீங்கன்னா என்னன்னா ட்ரையாங்கிள் ரோப்பு மாதிரி வச்சு அதுலேருந்து உங்களுக்கு 5 கிலோமீட்டர்ஸ் ஒரு லெங்க்த்தில் வந்து ரோப்பு வச்சு அதுலேருந்து ஊட்டியே கொண்டு போனதா சொல்கிறாங்க. அது அப்படின்னு தெரியல. நம்ம அப்புறம் இன்னொரு ஃபேமஸான ஒரு விஷயம் இருக்கு. இந்த கோயிலுக்கு வந்து லவ் பண்ணுறவங்க லவர்ஸ் அழைச்சிட்டு வந்தா பிரேக்கப் ஆகி பிரிஞ்சிருவாங்க. വേറൊരു പ്രത്യേകത ഇതിന് വന്നിട്ട് ഈ ടെമ്പിളിന് നിഴല് വന്നിട്ട് താഴെ പതിക്കത്തില്ല. സൂര്യൻ ഏതൊക്കെ ദിശയിൽ നിന്ന് വന്നാലും ഇതിന്റെ നിഴല് വന്നിട്ട് നമുക്ക് താഴെ ഉണ്ടാവത്തില്ല. അതെ, അതാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്ന ഒരു ശൈലിയുടെ രഹസ്യവും പിന്നെ നമ്മളെ എല്ലാവരെയും അതിശയിപ്പിക്കുന്ന ഒരു അത്ഭുതവും. ഇതുപോലെ പല രഹസ്യങ്ങളും അത്ഭുതങ്ങളും കൊണ്ടിരിക്കുന്ന ഒത്തിരി ക്ഷേത്രങ്ങൾ ഇപ്പോഴും നമുക്ക് കാണാൻ പറ്റും. അതിലൊന്നാണ് ലേപാക്ഷി ടെമ്പിൾ. അതെ, അവിടെ നിലം തൊടാതെ നിൽക്കുന്ന തൂണുകളാണ് എല്ലാവരെയും അതിശയിപ്പിക്കുന്ന ഒരു കാര്യം. ആ ക്ഷേത്രത്തിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഉള്ള വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, മറക്കാതെ കാണണം. അങ്ങനെ നമ്മളിപ്പം എൻട്രൻസിലുള്ള നന്ദിയുടെ അടുത്താണ് എത്തിയിട്ടുള്ളത്. ഇപ്പം ഇവിടെ നമുക്ക് സിംഗിൾ മൊനോലിത്തിക് സ്റ്റാച്യൂയുടെ ഒരു വലിയ നന്ദി വിഗ്രഹമാണ് കാണാൻ പറ്റുന്നത്. തൊഴുതിറങ്ങുമ്പോൾ പ്രസാദമായി ഈ കാണുന്ന വിഭൂതിയും പിന്നെ 10 രൂപ കൊടുക്കുകയാണെങ്കിൽ ഒരു രുദ്രാക്ഷവും തരുന്നതാണ്. 16 ഫീറ്റ് ലോങ്ങും പിന്നെ 13 ഫീറ്റ് ഹൈറ്റുമുള്ള ഈ ഒരു നന്ദിനെ ഒറ്റൊരു കല്ലുകൊണ്ടാണ് നിർമ്മിച്ചിട്ടുള്ളത്. ഇവിടെ നിറങ്ങിയതും റൈറ്റ് സൈഡിൽ നമുക്ക് അമ്പാൾ എന്നറിയപ്പെടുന്ന പാർവതി ദേവിയുടെ ക്ഷേത്രമാണ് കാണാൻ പറ്റുന്നത്. ക്ഷേത്രത്തിനകത്ത് കയറി ചെന്ന ഉടനെ ഇതുപോലെയുള്ള വലിയ വലിയ തൂണുകൾ നമുക്ക് ഒത്തിരി കാണാൻ പറ്റും. ഈ കാണുന്നതാണ് പാർവതി ദേവിയുടെ ക്ഷേത്രം. അങ്ങനെ പെട്ടെന്ന് കയറി തൊഴുതിറങ്ങിയതിനു ശേഷമാണ് മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിച്ചത്. കണ്ടില്ലേ, ബ്ലെസ്സിങ്സ് ഓഫ് മഹാത്മാഗാന്ധിജി. അതായത് രാജരാജ ചോളർ ഈ ഒരു ക്ഷേത്രം നിർമ്മിച്ചതിന് ശേഷം എല്ലാവർക്കും ഈ ഒരു ക്ഷേത്രത്തിനകത്ത് പ്രവേശിക്കാവുന്നതായിരുന്നു. ഒരു ജാതിയും മതവും നോക്കാത്ത രാജാവിന്റെ മഹാമനസ്കതയെ പ്രശംസിച്ചുകൊണ്ടുള്ള അഭിനന്ദനമായിരുന്നു നിങ്ങൾ നേരത്തെ കണ്ടത്. അങ്ങനെ നമ്മളിപ്പം മെയിൻ ടെമ്പിളായ ബൃഹദേശ്വര ടെമ്പിളിൻ്റെ മുന്നെയാണ് നിൽക്കുന്നുള്ളത്. ഈ കാണുന്നതാണ് ബൃഹദേശ്വര ടെമ്പിള്. കണ്ടില്ലേ, ഓരോ തൂണുകളിലും നമുക്ക് പലതരത്തിലുള്ള ശില്പങ്ങളെ കാണാൻ പറ്റും. ഹിന്ദു പുരാണങ്ങളെ അനുസരിച്ചാണ് ഈ ക്ഷേത്രത്തിലെ ഓരോ ശില്പങ്ങളെയും നിർമ്മിച്ചിട്ടുള്ളത്. അകത്തേക്ക് കയറി ചെല്ലുന്നതിനു മുന്നേ കണ്ടില്ലേ എത്ര വലിയൊരു ബൃഹദായ വാതിലാണ് നിർമ്മിച്ചിട്ടുള്ളതെന്ന്. കയറി ചെന്ന ഉടനെ ഇടതും വലതും വശങ്ങളിൽ ഇതുപോലെയുള്ള വലിയ വലിയ തൂണുകളെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അതായത് 11ാമത്തെ സെഞ്ചുറിയിൽ രാജരാജ ചോളർ ഈ ഒരു ക്ഷേത്രം നിർമ്മിക്കുമ്പോൾ 29 ഫീറ്റ് ഹൈറ്റുള്ള ഈ കാണുന്ന ശിവലിംഗത്തിനെയാണ് ഇവിടെ പ്രതിഷ്ഠിച്ചിട്ടുള്ളത്. അതുമാത്രമല്ല സിംഗിൾ സ്റ്റോൺ കൊണ്ടാണ് ഈ ഒരു ശിവലിംഗം നിർമ്മിച്ചിട്ടുള്ളത്. അങ്ങനെ നല്ല രീതിയിൽ ഭഗവാനെ കണ്ട് തൊഴുതിറങ്ങി. കണ്ടില്ലേ, ഇതുപോലെയുള്ള വേറെയും കുറെ മണ്ഡപങ്ങളെ നമുക്ക് ഈ ക്ഷേത്രത്തിൽ കാണാൻ പറ്റും. ഒരു തരി മണ്ണോ സിമെന്റോ ഉപയോഗിക്കാതെയാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചിട്ടുള്ളതെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? കാരണം ഒരല്പം പോലും മണ്ണോ സിമെന്റോ ഉപയോഗിക്കാതെ വെറും കല്ലുകൊണ്ട് മാത്രമാണ് ഇത്രയും വലിയൊരു അത്ഭുതമായ ക്ഷേത്രം നിർമ്മിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് 1000-ലേറെ വർഷം പഴക്കമുള്ള ഈ ഒരു ക്ഷേത്രത്തിന്റെ ഭംഗി ഇപ്പോഴും ഒട്ടും മായാതെ നമുക്ക് കാണാൻ പറ്റുന്നത്, അല്ലേ? ഈ ക്ഷേത്രത്തിൽ മെയിനായിട്ട് മഹാശിവരാത്രിയും പിന്നെ സദ്യവിഴ എന്ന് പറയുന്ന 2 ഫെസ്റ്റിവൽസ് ആണ് ആഘോഷിക്കുന്നത്. ഈ ക്ഷേത്രം നിർമ്മിച്ച രാജരാജ ചോളരുടെ ജന്മദിനമാണ് ഈ സദ്യവിഴ. അതുകൊണ്ട് തന്നെ അന്നത്തെ ദിവസം ഒരു ഫെസ്റ്റിവൽ ആയിട്ടാണ് ഈ ക്ഷേത്രത്തിൽ ആഘോഷിക്കുന്നത്. ഈ കാണുന്നതാണ് എല്ലാവരും അത്ഭുതപ്പെടുത്തിക്കൊണ്ടുള്ള ഈ ക്ഷേത്രത്തിന്റെ വലിയ ഗോപുരം. 80 ടണ്ണോളം ഭാരമുള്ള മകുടം 216 അടി ഉയരത്തിലുള്ള ഗോപുരത്തിന്റെ മുകളിൽ എങ്ങനെ എത്തിച്ചു എന്നതാണ് ഇപ്പോഴും എല്ലാവരെയും രോമാഞ്ചിപ്പിക്കുന്ന ഒരു കാര്യം. അതുമാത്രമല്ല, ഇന്ത്യയിലെ തന്നെ വലിയ ഗോപുരങ്ങളിലൊന്നാണ് ഈ കാണുന്ന വിമാന ഗോപുരം. ചോളരുടെ മനോഹരമായ ശില്പങ്ങൾക്ക് പേരുകേട്ടിരിക്കുന്ന ഈ ക്ഷേത്രം തഞ്ചൈ പെരിയ കോവിൽ എന്നും ബിഗ് ടെമ്പിൾ എന്നുമാണ് ഇവിടെ അറിയപ്പെടുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ഹിന്ദു പുരാണങ്ങളെ അനുസരിച്ചാണ് ഇവിടുത്തെ ഓരോ ശില്പങ്ങളെയും നിർമ്മിച്ചിട്ടുള്ളത്. കണ്ടില്ലേ, തല വെട്ടിയിരിക്കുന്ന ഈ ഒരു കുതിരയെ കണ്ടിട്ട് എനിക്ക് അതിശയം തോന്നി.
കാരണം എത്ര പെർഫെക്റ്റ് ആയിട്ടാണ് ഓരോ ശില്പങ്ങളെയും അവർ നിർമ്മിച്ചിട്ടുള്ളത് അല്ലേ. ആ മുകളിലിരിക്കുന്ന കല്ല് ഭാരമുള്ളൊരു കല്ലാണ്. അത് പക്ഷേ ഏകദേശം ഒരു 60 കിലോമീറ്റർ ദൂരത്തിൽ നിന്ന്, അതായത് പുതുക്കോട്ട എന്ന സ്ഥലത്തു നിന്ന് ആനയിൽ വലിച്ചുകൊണ്ട് കുറേയധികം ആനകളുടെ സഹായത്തോടെ ഇവിടെ എത്തിച്ച് ഒരു 5 കിലോമീറ്റർ ദൂരത്തിൽ റോപ്പ് ഇട്ടിട്ടാണ് ആ ടോപ്പിൽ അത് കയറ്റി വെച്ചേക്കുന്നത്. 206 അടിയാണ് ഇതിൻ്റെ ഉയരം വന്നേക്കുന്നത്. ഏകദേശം ഒരു 4 തെങ്ങിൻ്റെ, നമ്മുടെ നാട്ടിലൊക്കെ 3-4 തെങ്ങിൻ്റെ ഹൈറ്റിലാണ് ആ ഒരു 32 കിലോ ഭാരമുള്ള ഒറ്റക്കല്ല് ഇരിക്കുന്നത്. അതെ, 80 ടണ്ണോളം ഭാരമുള്ള ഈ ഒരു മകുടം ഇത്രയൊരു ഉയരത്തിലുള്ള ഗോപുരത്തിന്റെ മുകളിലെത്തിച്ച് ചോളരുടെ പവറാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. പിരമിഡ് ഷേപ്പിലുള്ള ഈ ഒരു ഗോപുരത്തിൽ 13ഓളം സ്റ്റോറീസ് ആണ് ഉൾക്കൊണ്ടിരിക്കുന്നത്. പണ്ടുള്ളവരുടെ ആ ഒരു കഴിവ് തീർച്ചയായിട്ടും അപാരം തന്നെയാണ്. കാരണം അവർ നിർമ്മിച്ചിരിക്കുന്ന ഓരോ ശില്പങ്ങളിലും ഗോപുരങ്ങളിലും പിന്നെ പല ക്ഷേത്രങ്ങളിലും വളരെയേറെ രഹസ്യങ്ങളും പിന്നെ അത്ഭുതങ്ങളുമാണ് കാണാൻ പറ്റുന്നത്. വെക്കേഷനിൽ എവിടേക്ക് പോകണോ എന്ന് ചിന്തിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ക്ഷേത്രം ഞാൻ സജസ്റ്റ് ചെയ്യും. കാരണം ഹിന്ദു പുരാണങ്ങളെ അനുസരിച്ചാണ് ഈ ഒരു ക്ഷേത്രം നിർമ്മിച്ചിട്ടുള്ളത്. ഈ ക്ഷേത്രത്തിലെ ഓരോ ശില്പങ്ങളും പിന്നെ ഈ ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്ന ശൈലിയും വളരെ വ്യത്യസ്തവും മനോഹരവുമായിട്ടാണ് നമുക്ക് കാണുമ്പോൾ തന്നെ തോന്നിക്കുന്നത്. ഇതുപോലെയുള്ള ക്ഷേത്രങ്ങളാണ് ഇപ്പോഴും പണ്ടുള്ളവരുടെ ആ ഒരു കഴിവും ചിന്താഗതിയും എത്ര മനോഹരവും അപാരമായതെന്ന് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ടോട്ടൽ 18 ഏക്കറാണ് ഈ ഒരു ക്ഷേത്രത്തിന്റെ മുഴുവൻ വിസ്തീർണം. ഈ ക്ഷേത്രങ്ങൾക്ക് മാത്രമായിട്ട് 2.5 ഏക്കറാണ് അതിൽ ഉൾക്കൊണ്ടിട്ടുള്ളത്. പണ്ടുള്ള ക്ഷേത്രങ്ങളാവട്ടെ വീടുകളാവട്ടെ എത്ര ഏക്കർ കണക്കിനായിരുന്നു അവർ നിർമ്മിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പോൾ നമ്മുടെ സിറ്റിയിൽ ജസ്റ്റ് 1 സെന്റ് ഭൂമി മേടിക്കണമെങ്കിൽ പോലും നമ്മൾ എത്ര പാടുപെടണം അല്ലേ. അപ്പം ഈ ക്ഷേത്രം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. അതുമാത്രമല്ല, ഞാൻ തന്ന എല്ലാ ഇൻഫർമേഷനും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും എന്ന് കരുതുന്നു. ഇതുപോലത്തെ മറ്റൊരു നല്ല സ്ഥലത്ത് ചെന്നിട്ട് നിങ്ങളുടെ മുന്നേ വരുന്നതായിരിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.